ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ട് നോക്കാം. ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 28 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 18,000 രൂപയാണ് ലഭിക്കുക. കൂടാതെ 300 രൂപ ടെലിഫോൺ അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ 2 വർഷത്തെ ഓഫീസ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസിയും ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ ആൻഡ് MS ഓഫീസിലുള്ള ബേസിക് നോളജും ഉണ്ടായിരിക്കണം. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും അവർ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 4/4/2024 വരെയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സർട്ടിഫിക്കറ്റും സിഗ്നേച്ചറും ആപ്ലിക്കേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 6 മാസത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നീട്ടി കിട്ടുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സ്വീപ്പർ കം ക്ലാസ് 4 തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ദിവസവേതനാടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് വന്നിരിക്കുന്നത്. 1 വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഏപ്രിൽ 5 രാവിലെ 10 മണിക്ക് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ പനങ്ങാട് ആസ്ഥാന മന്ദിരത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ സ്വീപ്പർ കം ക്ലാസ് 4 തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. ശമ്പളം 675 രൂപ നിരക്കിൽ ദിവസവേതനാടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത്. പ്രതിമാസ പരമാവധി വേതന നിരക്ക് 18,225 രൂപയാണ്. നിയമന രീതി താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിലാണ്. പ്രായപരിധി വരുന്നത് കുറഞ്ഞ പ്രായപരിധി 18 വയസ്സും കൂടിയ പ്രായപരിധി 50 വയസ്സുമാണ്. യോഗ്യത എഴുതാനും വായിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർമാർ നൽകുന്ന മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷനോടൊപ്പം ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പ്രായം, വിദ്യാഭ്യാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഉൾപ്പെടുത്തി 2024 ഏപ്രിൽ 5-ാം തീയതി രാവിലെ 10 മണിക്ക് സർവകലാശാല ആസ്ഥാനത്ത് കോൺഫറൻസ് ഹാളിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.